ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ വൻ തോൽവിക്ക് പിന്നാലെ CPM-ലെ അസ്വാരസ്യങ്ങൾ പുറത്തേക്ക് വരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായ ജനവിധിയാണ് കേരളത്തിൽ പൊതുവിൽ ഉണ്ടാകാറുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും LDF-ന് ഒരു സീറ്റ് മാത്രമാണ് സംസ്ഥാനത്ത് ലഭിച്ചത്. ഒരു സീറ്റ് പോലും പാർട്ടിക്ക് ലഭിക്കാത്ത സാഹചര്യവും സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ കാരണങ്ങൾ പരിശോധിച്ച് തിരുത്തുന്ന പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ഭാഗമായാണ് തുടർന്ന് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടാൻ LDF-ന് സാധിച്ചത്. അതിനുശേഷം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലാവട്ടെ കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി LDF-ന് തുടർഭരണം ലഭിക്കുന്ന സ്ഥിതിയുമുണ്ടായി. പാർട്ടിയുടെ സംഘടനാ രീതി അനുസരിച്ച് ഉൾപാർട്ടി ചർച്ചകളും പരിശോധനകളുമാണ് കൂടുതലായും നടക്കുന്നതെങ്കിലും തോൽവിയുടെ ആഴം ചിലയിടങ്ങളിൽ പരസ്യ ചർച്ചകൾക്കും കാരണമായിട്ടുണ്ട്. എന്നാൽ പതിവായി ലഭിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് CPI നേതാക്കൾ രംഗത്ത് വന്നു. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിർണായകമായ വിഷയങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയായിരുന്നു CPI നേതാക്കളുടെ പരസ്യ വിമർശനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് 4 സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും CPIക്ക് സീറ്റൊന്നും ലഭിച്ചില്ല. പെൻഷൻ മുടങ്ങിയതും സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ക്രമസമാധാന പ്രശ്നങ്ങളും തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചെന്നാണ് മുതിർന്ന CPI നേതാവും മുൻ മന്ത്രിയുമായ C ദിവാകരൻ പറഞ്ഞത്. ആരെയെങ്കിലും പഴിചാരി നേതാക്കൾക്ക് രക്ഷപ്പെടാനാകില്ലെന്ന് പറഞ്ഞ അദ്ദേഹം CPM-ഉം CPI-യും സംഘടനാപരമായി കൃത്യമായി പരിശോധന നടത്തണമെന്നും ചൂണ്ടിക്കാട്ടി. ഇതിനു പുറമെ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിലും C ദിവാകരൻ അഭിപ്രായം അറിയിച്ചു. രാജ്യസഭാ സീറ്റ് CPIക്ക് അവകാശപ്പെട്ടതാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അവകാശപ്പെട്ടത് വേണ്ടെന്ന് വയ്ക്കാൻ കഴിയില്ല എന്നും C ദിവാകരൻ പ്രതികരിച്ചു. പത്തനംതിട്ടയിൽ കിട്ടുമെന്ന് വിചാരിച്ച 80,000 വോട്ട് കിട്ടിയില്ല എന്ന് സ്ഥാനാർത്ഥി TM തോമസ് ഐസക് തുറന്നടിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം രാജു എബ്രഹാമിന്റെ ചിത്രം വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന് നാട്ടിൽ തേടി നടപ്പു എന്ന കുറിപ്പും കൂടി ചേർത്ത് പത്തനംതിട്ട ഏരിയ കമ്മിറ്റി അംഗം അൻസാരി അസീസ് ഫേസ്ബുക്കിലിട്ടത് വിവാദമായി. ഇത് പിന്നീട് നീക്കം ചെയ്തു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജു എബ്രഹാം സ്ഥാനാർത്ഥിയാകുമെന്ന് പലരും കരുതിയിരുന്നു. ആലപ്പുഴയിൽ പിന്നാക്ക പട്ടിക വിഭാഗ വോട്ടുകളിൽ ചോർച്ച ഉണ്ടായെന്നും പ്രതീക്ഷിച്ച ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടിയില്ല എന്നും CPM ജില്ലാ സെക്രട്ടറി R നാസർ പ്രതികരിച്ചു. കായംകുളത്ത് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതിൽ പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയ്ക്കും പങ്കുണ്ടെന്ന ആക്ഷേപം ശക്തമാണ്. CPM വിഭാഗീയത രൂക്ഷമായ പത്തിയൂർ ഉൾപ്പെടെ കായംകുളം മണ്ഡലത്തിലെ 4 പഞ്ചായത്തുകളിൽ NDA ഒന്നാമതായെത്തി. A വിജയരാഘവൻ പരാജയപ്പെട്ട പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണിയുടെ 40,000 വോട്ടുകൾ ചോർന്നതായി ജില്ലാ നേതൃത്വം തന്നെ സമ്മതിച്ചു. വിജയി VK ശ്രീകണ്ഠന്റെ ഭൂരിപക്ഷം CPM-ന്റെ വോട്ട് ചോർച്ചയുമാണ് പാർട്ടി പരിശോധിക്കുന്നത്. അതേപോലെ ഇടുക്കിയിലെ LDF ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ UDF സ്ഥാനാർത്ഥി വൻ ലീഡ് നേടിയതിന് പിന്നാലെ CPI മുൻ ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ സർക്കാരിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരുന്നു. മുൻ മന്ത്രി MM മണിയുടെ മണ്ഡലത്തിൽ ഭൂരിപക്ഷം കുറഞ്ഞത് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജില്ലയിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്വാധീന കേന്ദ്രമായ ഇടുക്കിയിൽ 15,000 വോട്ടിലേറെ ഭൂരിപക്ഷം UDF നേടിയത് CPM ക്യാമ്പുകളിൽ അതൃപ്തിക്ക് കാരണമായി. കോട്ടയത്ത് CPM വോട്ടുകൾ ലഭിച്ചില്ല എന്ന് കാട്ടി കേരള കോൺഗ്രസ് എം രംഗത്തെത്തി. CPM വോട്ടുകളിൽ ഒരു പങ്ക് NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിക്ക് പോയെന്നാണ് വിലയിരുത്തൽ. കൂടാതെ CPI വകുപ്പുകളിലെ പാളിച്ചകൾ തോൽവിക്ക് കാരണമായെന്ന് മുതിർന്ന നേതാവ് K ശിവരാമനും പ്രതികരിച്ചു. ഭക്ഷ്യവകുപ്പ്, കൃഷിവകുപ്പ്, റവന്യൂ എന്നിവ ഉൾപ്പെടെയുള്ള നിർണായക വകുപ്പുകൾ കൈകാര്യം ചെയ്ത CPIക്ക് പക്ഷേ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കാര്യമായ അനക്കം സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. സർക്കാരിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടുന്നില്ല. ജനങ്ങൾ അസംതൃപ്തരാണ്. മാവേലി സ്റ്റോറിലെ പാളിച്ചയും ക്ഷേമ പെൻഷൻ മുടങ്ങിയതും ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമായി ബാധിച്ചു. സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്നത് വലിയ അഴിമതിയാണെന്നും ഇത് പ്രശ്നമായെന്നും ശിവരാമൻ പറയുകയുണ്ടായി. അതേസമയം തെരഞ്ഞെടുപ്പിൽ സർക്കാർ വിരുദ്ധ വികാരം അലയടിച്ചു എന്നാണ് മുന്നണിയിൽ പൊതുവെയുള്ള അഭിപ്രായം. 4 സീറ്റുകളിൽ മത്സരിച്ച CPIക്ക് ജയപ്രതീക്ഷ ഉണർത്തുന്ന പോരാട്ടങ്ങൾ കാഴ്ചവെക്കാനും കഴിഞ്ഞില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ സർക്കാരിനെ പരസ്യമായി വിമർശിച്ച് പ്രധാന ഘടകകക്ഷിയിലെ നേതാക്കൾ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. കൂടാതെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ആഘാതത്തിലിരിക്കുന്ന CPM-ന് കൂടുതൽ തിരിച്ചടിയായിക്കൊണ്ട് രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച തർക്കവും വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കണക്കിലെടുത്തുകൊണ്ട് ഒരു ചെറിയ ഇടവേള നൽകിയ ചർച്ചകൾ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞു. CPI, കേരള കോൺഗ്രസ് എം എന്നീ പാർട്ടികൾ സീറ്റിനായി ശക്തമായി രംഗത്തുണ്ട്.